മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി വീണ്ടും മൈക്ക്. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. തലയോലപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് യോഗമാണ് മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പിണക്കത്തിന് വേദിയായത്. അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ 2 തവണയാണ് മൈക്കും പവറും ആംപ്ലിഫയറും പണിമുടക്കിയത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആകെ പ്രശ്നങ്ങളാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ, കഷ്ടാലാണെന്ന് തോന്നുന്നു സാറേ. മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. വന്നാട്ടെ, വരൂ, വാ കുട്ടാ. ഒരു വാക്ക് പറഞ്ഞ് മൈക്ക് അടുപ്പിച്ചപ്പോൾ അടർന്നു വീണു. നമ്മുടെ അടിച്ചുപോയി. ശരിയാവും. നേതാക്കൾ ചുറ്റും കൂടി. നിങ്ങളൊക്കെ അങ്ങനെ കൂടിയെന്നാലോ? സഹായിക്ക് അല്പം കാറ്റ് കിട്ടാനേ. ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് 5 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിച്ച് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. മതനിരപേക്ഷതയും ഇലക്ട്രൽ ബോണ്ടും ഇഡിയും ഒക്കെ പരാമർശിച്ച പ്രസംഗം അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധി. കോൺഗ്രസിന്റെ ആംപ്ലിഫയറിന്റെ പവർ പ്ലഗിൽ നിന്ന് തീയും പുകയും ഉയർന്നു. അല്ലാതെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? പ്രസംഗം കേട്ടിരുന്ന അണികൾ പരിഭ്രാന്തരായി. അല്ല കൺട്രോൾ കൺട്രോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ജോസ് കെ മാണിയോട് ആകെ പ്രശ്നങ്ങളാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കമന്റ്. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? തോമസ് ചാഴികാടന് വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. ചേട്ടത്തിയെ സിദ്ധാർത്ഥനായിരിക്കും സ്ഥാനാർത്ഥി. 5 വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെപ്പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം.